നമസ്കാരം. ഇത്തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI റിപ്പോ നിരക്ക്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. അതേസമയം ഇറാനെതിരെ വീണ്ടും യുദ്ധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉടൻ തന്നെ ഒരു വ്യാപാര കരാറിലെത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഒരു മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത്തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI റിപ്പോ നിരക്ക് 5.25% നിലനിർത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് നിഷ്പക്ഷ നയം തുടരാൻ പണനയ സമിതി തീരുമാനിച്ചു. അസംസ്കൃത എണ്ണവില വർധന, രൂപയുടെ മൂല്യ ഇടിവ് എന്നിവയോടൊപ്പം എൽ നിനോ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ പണപ്പെരുപ്പത്തിന് ഭീഷണിയാണെങ്കിലും നിലവിലെ സാമ്പത്തിക സാഹചര്യം കണക്കിലെടുത്ത് നിരക്കുകളിൽ സ്ഥിരത നിലനിർത്താനാണ് സമിതി തീരുമാനിച്ചതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കപ്പെടാത്തത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാണെന്ന് സമിതി വിലയിരുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ അനുമാനം 6.6% കുറച്ചിട്ടുണ്ട്. ഇറാനെതിരെ വീണ്ടും യുദ്ധഭീഷണിയുമായി ട്രംപ്. അമേരിക്കൻ സൈനികരെ ആക്രമിച്ചാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണ തോതിൽ യുദ്ധം ആരംഭിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് കടക്കാനുള്ള തൻ്റെ ഏക റെഡ് ലൈൻ US സൈനികരുടെ ജീവനാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ തങ്ങളുടെ സൈനികരെ ലക്ഷ്യമിടുകയും ഏതെങ്കിലും US സൈനികർ കൊല്ലപ്പെടുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുമെന്നും യുദ്ധം ആരംഭിക്കുമെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉടൻ തന്നെ ഒരു വ്യാപാര കരാറിലെത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ നല്ല സുഹൃത്താണെന്നും ഇരു രാജ്യങ്ങൾക്കും മികച്ച ബന്ധമാണുള്ളതെന്നും ട്രംപ് പറഞ്ഞു. വർഷങ്ങളായി ഇന്ത്യ അമേരിക്കയെ മുതലെടുത്തിരുന്നു. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഉയർന്ന തീരുവ ഈടാക്കിയപ്പോൾ അമേരിക്കയ്ക്ക് കാര്യമായ നേട്ടമൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ വിലപ്പോവില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ തലവന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ പ്രശംസിച്ച് പുടിൻ രംഗത്തെത്തിയത്. ഇന്ത്യ റഷ്യയുടെ വിശ്വസ്ത പങ്കാളിയാണെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ഭീഷണിയായി കാണുന്നില്ലെന്നും പുടിൻ വ്യക്തമാക്കി. ഇസ്രയേൽ ലെബനൻ സമാധാന കരാർ തള്ളി സായുധ സംഘടനയായ ഹിസ്ബുള്ള. ഇസ്രയേലും ലെബനനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും അപമാനകരമായ കരാറിനെ ലെബനൻ ജനത തള്ളുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനം. ഇസ്രായേലും ലെബനനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും തള്ളി ലെബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ള. US പിന്തുണയോടെയുള്ള ഈ കരാർ തികച്ചും അപമാനകരമാണെന്നും ഹിസ്ബുള്ള മേധാവി നയീം ഗാസി വ്യക്തമാക്കി. മാസപ്പടി കേസിൽ CMRLന് കനത്ത തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിനെതിരെയുള്ള CMRLന്റെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. ED അന്വേഷണത്തിനെതിരെ നേരത്തെ CMRL സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നെങ്കിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഇതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച CMRLന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിരുന്നു. വെള്ളിയാഴ്ച അന്തിമവിധി വരും വരെ തുടർ നടപടികൾ ഉണ്ടാകരുതെന്ന് EDയോട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായി നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്നും കുവൈറ്റിലേക്കുള്ള വിമാന സർവീസുകൾ വീണ്ടും പ്രതിസന്ധിയിൽ. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് സർവീസുകൾ താളം തെറ്റിയത്. പെരുന്നാൾ വേനലവധി കഴിഞ്ഞ് ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങാനിരുന്ന 100 കണക്കിന് പ്രവാസി മലയാളികളാണ് ആശങ്കയിലായത്.
കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും ബഹ്റിനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കിയിരുന്നു. ആക്രമണം തുടർന്നാൽ UAEയും ഖത്തറും കുവൈറ്റും അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളും റദ്ദാക്കുമോ എന്ന ആശങ്കയിലാണ് പ്രവാസി മലയാളികൾ. വിമാനങ്ങൾ റദ്ദാക്കിയാൽ അവധി കഴിഞ്ഞു തിരികെ ഈ രാജ്യങ്ങളിലേക്ക് എത്തേണ്ട പലരുടെയും വിസ കാലാവധിയെ ബാധിക്കുമെന്നതാണ് പ്രധാന ആശങ്ക. ആൾമാറാട്ടം തടയുന്നതിന് ഉദ്യോഗാർത്ഥികളുടെ ഫേസ് ഓതന്റിക്കേഷൻ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയിൽ വിജയകരമായി നടപ്പാക്കി. UPSC മെയ് 24 നടന്ന പരീക്ഷയിലാണ് ഇത് നടത്തിയത്. രാജ്യത്താകെ 2072 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫേസ് ഓതന്റിക്കേഷൻ നടത്തി. ഇതിനായി പ്രത്യേക പ്രോട്ടോക്കോളും UPSC പുറത്തിറക്കിയിരുന്നു. IT മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഗവേണൻസ് ഡിവിഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് മുഖപരിശോധനയ്ക്കുള്ള ആപ്ലിക്കേഷൻ UPSC വികസിപ്പിച്ചത്. പരിശോധനയ്ക്കുള്ള മാനദണ്ഡങ്ങളും സംസ്ഥാനങ്ങളുമായി പരീക്ഷയ്ക്ക് മുന്നേ പങ്കുവച്ചു. 6-8 സെക്കൻഡിൽ തന്നെ ഒരാളുടെ പരിശോധന പൂർത്തിയാക്കുമെന്നതിനാൽ കാലതാമസമില്ലാതെ നടപ്പാക്കാനായി. ക്രമക്കേടുകളുടെ സാധ്യത ഇല്ലാതാക്കി. 5.5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷയിൽ വിജയകരമായി സംവിധാനം നടത്താനായത് നേട്ടമാണെന്ന് UPSC ചെയർമാൻ അജയ് കുമാർ പറഞ്ഞു. 3 കോടിയിലധികം സംശയാസ്പദമായ യൂസർ ID പ്രവർത്തനരഹിതമാക്കി IRCTC. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിൽ യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. ദുരുപയോഗം തടയുന്നതിനായി 6 കോടി യൂസർ ID കൂടി IRCTC ആധികാരികത പരിശോധനയ്ക്ക് വിധേയമാക്കി. വ്യാജ ഡിജിറ്റൽ ID വഴിയുള്ള ബുക്കിംഗ് തടയുന്നതിൻ്റെ ഭാഗമായി ഈ വർഷം 13,343 സംശയാസ്പദമായ ഇമെയിൽ ഡൊമെയിനുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ 4.2 ലക്ഷം സംശയാസ്പദമായ PNRകളെ സംബന്ധിച്ച് ലഭിച്ച 501 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ കർശന നടപടികൾ. അതോടൊപ്പം ട്രെയിനുകളിലെ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും ശുചിത്വവും മെച്ചപ്പെടുത്തുന്നതിനായി 800-ലധികം അടുക്കളകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച് ഈ ആധുനിക സംവിധാനം വഴി ജീവനക്കാർക്ക് മാസ്കും ഗ്ലൗസും ധരിക്കുന്നതിനുണ്ടാകുന്നതെന്നും പരിസരം വൃത്തിയുള്ളതാണോ എന്നും കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. യാത്രാ സൗകര്യങ്ങളും ഭക്ഷണ സുരക്ഷയും വർദ്ധിപ്പിക്കാനാണ് റെയിൽവേയുടെ ശ്രമം. സംസ്ഥാനത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 7,942 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ല. മെയ് 31 വരെ ഇത്രയും സ്കൂൾ വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുകയോ പരിശോധനയ്ക്ക് ഹാജരാകാതിരിക്കുകയോ ചെയ്ത വാഹനങ്ങളുടെ എണ്ണമാണിത്. ഇവ നിരത്തിൽ ഓടുന്നുണ്ടോ എന്ന് അടിയന്തരമായി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മുൻ വർഷങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിൽ ഓടിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര പരിശോധന നടത്താൻ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം RTO ഓഫീസിന് കീഴിലാണ് ഏറ്റവും കൂടുതൽ സ്കൂൾ വാഹനങ്ങൾ ഫിറ്റ്നസ് പുതുക്കാനുള്ളത്. 360 എണ്ണമാണിത്. 338 വാഹനങ്ങൾ ഫിറ്റ്നസ് പുതുക്കാനുള്ള മലപ്പുറം രണ്ടാമതും 330 എണ്ണം പുതുക്കാനുള്ള എറണാകുളം മൂന്നാമതുമാണ്. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയും കുറഞ്ഞ് ഗ്രാമിന് 14,275 രൂപയും പവന് 1,14,200 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില കുറഞ്ഞു. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് ഗ്രാമിന് 11,275 രൂപയും പവന് 93,840 രൂപയുമായി. വെള്ളി 275 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത അവസാനിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.